എങ്ങനെയാണ് ഷെയർ വാങ്ങേണ്ടത്, ഒരു നല്ല ഷെയർ എങ്ങനെ കണ്ടുപിടിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മൈ നെയിം ഈസ് മനോജ് നിലകണ്ഠൻ. വെൽക്കം ടു ദ വീഡിയോ. ഗോൾഡ് മേടിക്കുമ്പോഴോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു ബാങ്കിൽ നമ്മൾ FD ഇടുമ്പോഴോ നമുക്കത് വലിയ ഡൗട്ട് വരാറില്ല. സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു ഓഹരി വാങ്ങുമ്പോഴോ ഷെയർ വാങ്ങുമ്പോഴോ നമ്മൾ ഏത് കമ്പനിയുടെ ഓഹരി വാങ്ങുന്നോ ആ കമ്പനിയെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഏറ്റവും ആദ്യം നോക്കേണ്ടത് കമ്പനിയുടെ മാനേജ്മെന്റ് ആണ്. വിശ്വസിക്കാവുന്ന ഒരു നല്ല മാനേജ്മെന്റ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കമ്പനിക്ക് ലാഭമുണ്ടോ അതെവിടെ അറിയാൻ പറ്റും? അതറിയാനായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കണം. കമ്പനിക്ക് ഒരുപാട് കടമുണ്ടോ, അതിനായിട്ട് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുക. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആരൊക്കെയാണ്, കോമ്പറ്റീഷനിലെ കമ്പനി മുൻപന്തിയിലാണോ പിറകിലാണോ, ആരൊക്കെയാണ് മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ screener.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് കമ്പനിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല കമ്പനി കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാവുന്നത് ഇൻഡെക്സ് സൂചികകളിൽ വരുന്ന സ്റ്റോക്കുകൾ, മുൻനിര സ്റ്റോക്കുകൾ, അത് എടുത്തിട്ട് നമുക്ക് ഈ സൈറ്റിൽ പോയി പരിശോധിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം. അങ്ങനെ ഒരു കമ്പനിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ആ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഓഹരി വാങ്ങുമ്പോൾ എപ്പോഴും ഒരേ ഇൻഡസ്ട്രി തന്നെ വാങ്ങരുത്. ഡിഫറെന്റ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുക. ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ, ബാങ്കിങ്, ഫാർമ, പവർ, IT സെക്ടർ, അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തുള്ളൊരു നിക്ഷേപമാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരു ബിഗിനർ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമി, വേൾഡ് എക്കണോമി എങ്ങനെ പോകുന്നു അത് പരിശോധിച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രികളെ പറ്റി, ഏറ്റവും നല്ല ഫ്യൂച്ചറുള്ള ഇൻഡസ്ട്രി ഏതൊക്കെയാണ് അതിനെപ്പറ്റി പരിശോധിച്ച് അതിനെപ്പറ്റി ഐഡിയ കിട്ടിയിട്ട് വേണം നമ്മൾ കമ്പനി, ആ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾ നല്ല കമ്പനി ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. അല്ലാതെ നേരിട്ടൊരു കമ്പനി കണ്ടിട്ട് അതിനെപ്പറ്റി പഠിക്കുകയല്ല വേണ്ടത്. എക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി, EIC അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് മിനിമം ഒരു 3 to 5 years and above വേണം നമ്മൾ മനസ്സിൽ കാണാൻ. അല്ലാതെ ഒരു വർഷത്തിനുള്ളിൽ വിൽക്കുക, 6 മാസം കൊണ്ട് വിൽക്കുക, അത് ട്രേഡേഴ്സാണ്. ട്രേഡിംഗ് റിസ്കിയാണ്, ഇൻവെസ്റ്റിംഗ് ആണ് കുറച്ചുകൂടെ സേഫ്. മിനിമം 3 to 5 years and above നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ. ഇൻഡെക്സിൽ വരുന്ന സ്റ്റോക്കുകൾ എടുത്ത് പരിശോധിക്കുന്നത് പോലെ മറ്റൊരു ഐഡിയ ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ലീഡിംഗ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ. അപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് സ്കീം പരിശോധിച്ചാൽ അറിയാം, എല്ലാവർക്കും കോമൺ ആയിട്ട് ചില സ്റ്റോക്കുകളുണ്ട്. അത് നല്ലൊരു ഫേവറേറ്റ് സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ അവർ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഫർദർ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ സ്റ്റോക്ക് വാങ്ങേണ്ടത് എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് SEBI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ധാരാളം നല്ല ആപ്പുകളുണ്ട്. അതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ ഞാൻ അടുത്തൊരു വീഡിയോയിൽ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.